പറഞ്ഞത് പിന്നെ ഞാൻ മിനിസ്റ്ററോട് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ്. റെക്കോർഡ് ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞാണ്. കാരണം എന്ന് വെച്ചാല്, കാരണം ഇതിനകത്തുള്ളവരെല്ലാം നന്നായിട്ട് പറയാൻ കഴിവുള്ളവരാ. പിന്നെ ഞാൻ പണ്ട് ദൈവത്തോട് കണ്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന അവസരം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ വചനത്തിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനമാണ് കിട്ടിയേക്കുന്നത്. കൊലോസ്യ ലേഖനത്തില് 9-ാം വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 4-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് നോക്കാം. 3-ാം വാക്യം തൊട്ട് നോക്കാം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്കായി സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നേരം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടു, അവരുടെ പ്രത്യാശയെക്കുറിച്ച് കേട്ടു, അവരുടെ സകല അന്യ സഹോദരന്മാരോട് അല്ലെങ്കിൽ വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടു. ഈ 3 കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവരിനി യാതൊരു കാരണവശാലും ഒരു പിന്മാറ്റത്തിൽ പോകരുത്. അന്നേരം അതിന്റെ താഴെ പറയുന്നുണ്ട്, 6-ാം വാക്യം, സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വരുന്നു. അന്നേരം നമ്മൾ എപ്പോഴും ഓർത്തോണം, യഥാർത്ഥമായി കേൾക്കുമ്പോൾ മാത്രമേ ഇത് വർദ്ധിക്കത്തുള്ളൂ. നമുക്ക് പല വിധത്തിൽ കേൾക്കാൻ പറ്റും. വെറുതെ കേട്ട് നമുക്കറിയാം, വിത്ത് വിതച്ച ഉപമ, നമുക്ക് വിത്തിന്റെ ഉപമ അറിയാം, ഇല്ലയോ? പാറപ്പുറത്തും വഴിയരിയെയും മുള്ളിനിടയിലും എല്ലാം വീണു. പക്ഷേ നല്ല നിലത്ത് വീണപ്പോഴ് അത് നല്ലവണ്ണം അത് ഫലം കായ്ക്കാനിടയായി. അന്നേരം ഇവരോട് പറയാ, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞപ്പോഴാ അതുപോലെ, അതായത് നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ. അന്നേരം ഇത് എവിടൊക്കെ ഫലം യഥാർത്ഥം അന്നും ഇന്നും ഇതുപോലെയാണ്. എവിടൊക്കെ യഥാർത്ഥമായി കേൾക്കുന്നോ അവിടെ ഈ സുവിശേഷം യഥാർത്ഥമായി കേൾക്കുന്നിടത്തെല്ലാം ഫലം കായ്ക്കും. അല്ലാതെ വെറും ഒരു ചടങ്ങിന് മാത്രം നമ്മൾ വന്നിരുന്ന് കേൾക്കുവാണെങ്കിൽ അവിടെ കേൾക്കുന്ന അത് നമ്മൾ എപ്പോഴും പറയും, ദൈവജനം കേൾക്കുന്നോണെ ഒന്നിൽ ഒരു കത്തലുണ്ടാകണം, അല്ലെങ്കിൽ ഒരു കുത്തുണ്ടാകണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്നാ പറയുന്നത്. കാരണം ദൈവജനം തീ പോലെയും പാറയെ തറക്കുന്ന ചുറ്റിയെ പോലെയും. നമ്മളിത് കേൾക്കുന്നോണെ, നമ്മൾ ഓരോ പ്രാവശ്യം വചനം കേൾക്കുന്നോണെ, ഇപ്പം കൊലോസ്യ ലേഖനം നമ്മൾ എടുക്കുന്നോണെ നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. കാരണം അവരെ കുറിച്ചുള്ള ഇവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാല് അവരുടെ പ്രത്യാശയെക്കുറിച്ച് കേട്ടു. സുവിശേഷത്തിലുള്ള ആ പ്രത്യാശ, അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിക്കുന്ന ആ പ്രത്യാശ, അതിനെക്കുറിച്ച് അവരിൽ അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അവർ വിശ്വാസം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ സ്നേഹവും വിശുദ്ധനായുള്ള സ്നേഹത്തിൽ അതിനകത്തെല്ലാം ഒരു അഭിവൃദ്ധി കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതാണ് നമ്മൾ 10-ാം വാക്യം തൊട്ട് കാണുന്നത്. പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, അതായത് ദൈവത്തിന് പൂർണ്ണ പ്രസാദം ഉള്ള ജീവിതം നയിക്കണം. നമ്മൾ ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, എന്തുവാ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവനാ എന്റെ അമ്മയും അപ്പനും സഹോദരന്മാരും എല്ലാന്ന്. ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ റോമാലേഖനം 12-ാം അധ്യായം പറയുന്നുണ്ട്. എന്തുവാ? ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീന്ന് വളരെ വ്യക്തമാണ്. അന്നേരം ഈ മനസ്സ് പുതുക്കി വരുന്നവർക്ക് മാത്രമേ ദൈവത്തിലെ ഹിതം എന്തെന്ന് നമുക്ക് തിരിച്ചറിയണം. ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള ജീവൻ നയിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു വരിക എന്നുള്ളത് തന്നെയാണ്. ദൈവസന്നിധിയിലെ സമർപ്പണത്തോടെ കർത്താവിനെ രക്ഷിതാവായി, ഇതിപ്പം നമുക്കറിയാം, ഇത് എഴുതിയിരിക്കുന്ന ആർക്കാ എഴുതിയിരിക്കുന്നത്? സഹോദരന്മാർക്കാ, വിശ്വസ്ത സഹോദരന്മാർക്ക് എഴുതുന്നതാ. അന്നേരം
സഭയ്ക്കകത്തുള്ളവർക്ക് തന്നെ എഴുതുന്നതാ. സഭയ്ക്കകത്തുള്ളവരുടെ സ്നേഹവും ഇതെല്ലാം വർദ്ധിച്ചു വരണം. അന്നേരം പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹം ഇവർക്ക് ഇത് തന്നെ പോരാ, കുറച്ചുകൂടെ ഒന്നുകൂടെ ഇത് കുറച്ചുകൂടെ അവരുടെ ഇതിനകത്ത് ആഡ് ചെയ്യണം എന്ന് കണ്ടോണെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ താൻ യോഗ്യമാണോ, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അന്നേരം ഇതിനകത്ത് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അതായത് ദൈവത്തെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം വന്നെങ്കിൽ മാത്രമേ ലോകത്തിലുള്ളതെല്ലാം ചപ്പന്നും ചവറൊന്നും എണ്ണാൻ നമുക്ക് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം ഈ ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ബെന്യാമിൻ ഗോത്രക്കാരൻ, ഗമാലിയലിന്റെ അന്നത്തെ ഏറ്റവും വലിയ, ഇന്നിപ്പോ നമ്മൾ പറയുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുന്ന പോലെ അവിടുത്തെ ഏറ്റവും വലിയ ആളുടെ ശിഷ്യനായിട്ടിരുന്ന് പഠിച്ച വ്യക്തി, അങ്ങനെ എല്ലാം കൊണ്ടും പറയത്തക്കോണം പാരമ്പര്യവും ലോകപരമായ എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അന്നേരം ഈ ലോകത്തിലെ എല്ലാം ഛേദമെന്നെണ്ണി തന്നെ മുമ്പോട്ട് പോകണം. അവരങ്ങനെ വേണം ക്രിസ്തുയേശു വളർന്നു വരാൻ. അന്നേരം അവർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങള് ആത്മീയമായ സകല ജ്ഞാനത്തിനും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൂടെ നിറഞ്ഞു വരണം, സകല സൽപ്രവൃത്തിയിലും. അന്നേരം നമ്മുടെ പിതാവായ ദൈവം സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മളും സൽഗുണപൂർണരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും, അന്നേരം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. പിന്നെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മള് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വലുപ്പത്തിനൊത്തോണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. എന്നാൽ നമ്മള് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യണമെന്നോ അന്യഭാഷയെ പ്രാർത്ഥിക്കണോ ഒന്നും അല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തോന്നറിയോ? ഒരു തികഞ്ഞ ക്രിസ്ത്യാനി, ഒരു തികഞ്ഞ ദൈവ പൈതൽ എപ്പോഴും സഹിഷ്ണുതയുള്ളവനായിരിക്കണം. ദീർഘക്ഷമയുള്ളവനായിരിക്കണം. കാരണം ഏതെങ്കിലും ഇപ്പം നമുക്കറിയാം പെർസിക്യൂഷനും ഒക്കെ ഉള്ള സമയമാണ്. അന്നേരം അതിന്റെ എല്ലാം നടുവില് ഉപദ്രവമേറ്റ് സഹിഷ്ണുതയോടെ നിൽക്കുന്നവർക്കാണ്, അവസാനത്തോളം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നവർക്കാണ് അവിടെ റിവാർഡ് കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെ നിൽക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് കൊടുക്കണമേ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. അവർക്ക് അങ്ങനെയൊക്കെ പ്രതികൂലങ്ങൾ അന്നത്തെ കാലത്ത് ഈ കൊലോസ്യ ലേഖനം എഴുതുന്ന സമയത്തുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ക്രിസ്തു യേശുവിനെ ദൈവത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയുള്ള ഒരു കാലഘട്ടം. ജ്ഞാനവാദികൾ എന്ന് പറയുന്നവരാണത്, ജ്ഞാനവാദികൾ ആണത് അതിന് ആ വെല്ലുവിളി കൊണ്ടുവന്നേക്കുന്നത്. അതിന്റെ നടുവില് ഇവര് ഉറച്ചു നിൽക്കണമെന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. ഇവര് സുവിശേഷത്തിന് സത്യത്തിൽ, അതായത് അതിനകത്ത് ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, 1-ാം അധ്യായം 23-ാം വാക്യത്തില് അതിന്റെ ബി പാർട്ട്, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ അവന്റെ മുമ്പിൽ നിൽക്കും. അന്നേരം അവരൊരിക്കലും ഈ സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്നോ ഈ പ്രത്യാശ ഒരിക്കലും ഇളകിപ്പോകരുത്. കർത്താവേ അവർക്ക് ആ എബിലിറ്റി കൊടുക്കണമേ. അവർ ഈ പ്രോസിക്യൂഷനും ഇങ്ങനത്തെ വരുന്നോണ്ടേ അവരൊരിക്കലും അതിൽ നിന്നൊന്നും ഇളകി പോകരുത്. അവർക്ക് അതിനുള്ള പിടിച്ചു നിൽക്കാൻ, അവർക്ക് ദീർഘക്ഷമയോടെ സഹിഷ്ണുതയോടെ നിൽക്കാനുള്ള എബിലിറ്റി കൊടുക്കണമേ എന്ന് അവർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ആ കൊലോസ്സെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുക, പിന്നെ നമ്മളെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കിയേ. അന്നേരം നേരത്തെ പറഞ്ഞ പ്രത്യാശ എന്നാ പറഞ്ഞത്, നമ്മുടെ സ്വർഗത്തെ സൃഷ്ടിച്ച ആ പ്രത്യാശ. ഇവിടെ പറയുന്ന നമ്മുടെ അവകാശം, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന് വേണ്ടി സ്വർഗത്തെ സൃഷ്ടിക്കുന്ന ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിനായിട്ട് തന്നെയാ. അന്നേരം അതും അവർ മനസ്സിലാക്കണം. അവരെ വിളിച്ചിരിക്കുന്നത് അവർക്ക് പ്രത്യേക ഒരു അവകാശമുണ്ട്. രക്ഷിക്കപ്പെട്ട, അതായത് അവരുടെ പാപം ക്ഷമിച്ച് അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവം ആ ഓരോ പൈതലിനും സ്വർഗത്തിൽ ഒരു നമുക്ക് 1 പത്രോസിനകത്ത് പറയുന്നുണ്ട്, വാട്ടം മാലിന്യം
ഇതൊന്നും ഇല്ലാത്ത അവകാശത്തിനായിട്ട് തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അന്നേരം ആ അവകാശത്തിന് അത് അവർ ഗ്രഹിക്കണം. അത് തന്നെയല്ല, എപ്പോഴും അവർ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ടിരിക്കണം. എപ്പോഴും ഒരു ദൈവത്തിന് അത് താങ്ക്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് അവർക്ക് കൊടുക്കണം, അവർക്ക് എപ്പോഴും. കാരണം വിടുവിച്ച ദൈവത്തിന്റെ ഈ ഗ്രേറ്റ്നെസ്, ഈ ഇത്രയും ഈ കോടാനു നമുക്ക് എപ്പോഴും വലിയ, നമുക്കും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്താന്ന്. ഈ ദൈവമക്കളാകുന്ന കൊച്ചു കാര്യമൊന്നും അല്ല, ഇല്ലയോ? ഈ ആകാശവും ഭൂമിയും സമുദ്രവും സകലവും സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ മക്കളായി തീരുവാന്ന് പറഞ്ഞ കൊച്ചു കാര്യമല്ല, ഇല്ല. എന്നിട്ട് പറയുക, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിരിക്കുന്നു. 27-ാം വാക്യത്തിൽ പറയുന്നു, ഈ കർത്താവിന്റെ ആത്മാവിനെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്നു തന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ സുവിശേഷത്തിന്റെ സത്യത്തിന് ഇളകാൻ, പ്രതികൂലം ഇനിയുള്ള കാലം നമ്മളെ പിടിച്ചു നിൽക്കാൻ അതുപോലെ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അല്ലല്ലോ എന്നാ, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണമെന്നല്ല, അറിയാത്തവരല്ലല്ലോ എന്നാ പറയുന്നത്. അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ സഭയിലുള്ളവരെല്ലാം അറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കണം. അത് പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അത് കുടുംബത്തിലായാലും നമ്മളെ ചർച്ചിലായാലും എല്ലായിടവും ഈ തന്ത്രങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടാവും. അതുകൊണ്ട് ആ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ വിവേചനാപരം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇത് എപ്പോഴും അല്ലില്ല, അത് കഴിച്ചിട്ട് നമ്മൾ ഈ ജയത്തോടെ ഒരു ക്രിസ്ത്യൻ, നമ്മൾ ഏതൊക്കെയാണ് നമ്മളെ പ്രാർത്ഥനയും നമ്മൾ സ്ഥിരത വേണം, വചനധ്യാനത്തിൽ നമ്മൾ സ്ഥിരം, അത്തരം പ്രാർത്ഥനയിലും വചനത്തിലും എല്ലാം നമുക്ക് സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ. അത്തരം നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ നമ്മുടെ സൽപ്രവർത്തി മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതില്, അതായത് നമ്മൾ പറയുമല്ലോ, ക്രിസ്തു ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെന്ന്. നമ്മൾ ക്രിസ്തു ശരീരത്തിലെ ഓരോ സഹോദരന്മാരും ക്രിസ്തു തലയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളാണ്. നമ്മൾ ഈ ഒരു കൈക്ക് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ കൈ കൊണ്ട് തുടച്ചു കൊടുക്കുകയോ തിരുമ്മി കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നവണ്ണം നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അവരുടെ അവസ്ഥ അറിഞ്ഞു. ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ ഒരു വാക്കായിരിക്കും നമുക്ക് വേണ്ടത്. അവർക്ക് ഏത് സഹായമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ അവരുടെ എത്രയും അങ്ങനെ നമ്മൾ ചെയ്യണം. അത് അവർക്കൊരു സന്തോഷം. അയ്യോ, എന്നെ പെട്ടെന്ന് ഒരു ആശ്വാസം നമുക്ക് കിട്ടിയല്ലോ. ഒരിക്കലും നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യില്ല. നമ്മൾ കേട്ടെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന വിധത്തിൽ നമുക്ക് അവരെ ഏത് വിധത്തിലും നമുക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ അതായത് ഈ വിളിക്ക് യോഗ്യമാവണം, വിശ്വസ്തയോടെ, അതായത് അനുദിനം നമുക്ക് കർത്താവിന്റെ പക്ഷത്ത് ഉറച്ചു നിന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഫലം കായ്ക്കുന്നവരായി തീരാം. പ്രത്യാശ സത്യത്തിനിളകാതെ അതിനുവേണ്ടി ഒരുക്കത്തോടെ, നമുക്കറിയാം ലോകത്തിന്റെ ഓരോ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റെടുക്കുന്ന നാളും ഏതെന്നറിയാൽ നിങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പിന്ന് വിളിച്ചാൽ നമുക്ക് ഉണർന്നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം, അതായത് ആ വരവിനായി ഒരുങ്ങുവാൻ തക്കോണം. നമുക്ക് ഓരോരുത്തരും നമ്മൾ തന്നെ ഒരുങ്ങിയാൽ പോരാ, നമുക്ക് പലരെയും ഒരുക്കേണ്ട ഒരു ചുമതല കൂടെ ഉണ്ട്. അതിന് നമ്മൾ ശുഷ്കാന്തി കാണിക്കണം. പറ്റുന്ന വിധത്തിൽ അവരെ ഇരുട്ടി ഞാൻ എപ്പോഴും അത് ഓർക്കും. ഒരു കൊച്ചു കുഞ്ഞൊരു തീക്കുണ്ടത്തിനടുത്ത് പോയി നിൽക്കും, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അടങ്ങിയിരിക്കും, ഓടിച്ചതിനെ പിടിക്കും. പക്ഷെ ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓരോ ദൈവത്തിനും അറിയാം. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? അതെ, കർത്താവിന്റെ വരവിൽ കർത്താവിനായി കാത്തിരിക്കുന്നവര് തീർച്ചയായിട്ടും എടുക്കപ്പെടും. പിന്നൊരു വലിയൊരു കൂട്ടം എങ്ങോട്ട് പോകും? അത് നമുക്ക് എപ്പോഴും അതിനെപ്പറ്റി ഒരു ആത്മഭാരം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് നമ്മള് എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങ് സ്വർഗത്തിൽ പോകാം. അല്ലില്ല, അങ്ങനെ ആയിരിക്കരുതല്ലോ. നമുക്ക് എപ്പോഴും ആത്മഭാരത്തോടെ ലോകത്തിലെ ഓരോ ഇത് വരുന്നോണേ നമ്മൾ ഓർക്കണം. ആ തീക്കൊണ്ടത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ ഓർക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യരെ ഓർക്കണം. അയ്യോ, അവര് പോകുന്നതാണെങ്കിൽ നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഈ എൻജോയ്മെന്റ് പുറകിൽ പോകുന്നത്. നമ്മള് എപ്പോഴും ആ ഒരു ബോധത്തോടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായി കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. അനേകരെ അതിനുവേണ്ടി ബന്ധപ്പെടുത്താൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതോടൊപ്പം പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ നല്ല ആത്മാവിന്റെ നല്ല ഫലം പ്രവർത്തിപ്പാൻ, അതായത് സൽപ്രവർത്തികൾ നമ്മൾ തികഞ്ഞവരായി തീരുവാൻ, നമ്മള് ആ സുവിശേഷത്തിലാകാതെ എന്ന് ഉറച്ച് സ്ഥിരതയോടെ നിൽക്കുവാൻ തക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. ആമേൻ, ആമേൻ. താങ്ക് യു സറാം സിസ്റ്റർ. ഹാലലുയ. സറാം സിസ്റ്റർ നിർത്തിയെടുത്ത് തന്നെ ഞാൻ അല്പം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസരം.
അവരോട് ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാതം എന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരെ സകല ജ്ഞാനത്തോടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. ക്യാമറയൊക്കെ ഓഫാക്കിയാലും പോയാ മഹത്വത്തിന്റെ അപ്പൊ നമ്മളുടെ ജാതികളോട് പൗലോസ് അപ്പോസ്തലന് ഒരു മർമ്മം പ്രസ്താവിക്കേണ്ട. ആ മർമ്മം എന്താന്ന് വെച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്നു. ഹല്ലേലൂയ. ആ മർമ്മം ആ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ എന്നുള്ള അവനെ ഞങ്ങൾ അറിയുന്നതിൽ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ അവരറിയുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞാൽ നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. സറാമസ്റ്റർ പറഞ്ഞതുപോലെ ഒരാള് ഹല്ലേലൂയ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവര് ഹല്ലേലൂയ രക്ഷിക്കപ്പെടാതെ ജീവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു തീക്കുണ്ടത്തിലേക്ക് നടന്നു പോകുന്ന പോലെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് അറിവില്ലായ്മ കാരണം ഹല്ലേലൂയ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിനകത്തേക്ക് നടന്ന് കയറുന്നത് പോലെ തന്നെയാണ് ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടാത്ത ഓരോ മനുഷ്യനും ജീവിച്ചുകൊണ്ട്. കാരണം അവർ ഓരോ ദിവസം നടക്കുന്നത് ആ തീക്കുണ്ടത്തിനടുത്തേക്കാണ്, കത്തുന്ന തീപ്പൊയ്കയുടെ അടുക്കലേക്കാണ് നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കുക, അപ്പൊ നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്തം കിടക്കുന്നത് എത്രത്തോളം വലുതാണ്. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അങ്ങനെയാണ്. ഹല്ലേലൂയ. ആ നിർബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. ജാതികൾ ആരെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടാത്ത ഇസ്രായേൽ ജനമല്ലാത്തവരെ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുമ്പം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടാത്ത എല്ലാ ആൾക്കാരും ജാതികളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളും ജാതികളും രണ്ട് തരം മാത്രം. അപ്പൊ രക്ഷിക്കപ്പെടാത്തവർ ഓരോരുത്തരും ഒരു കൊച്ചു ഹല്ലേലൂയ ഒരു തീക്കുണ്ടത്തിലേക്ക് നടന്നു പോകുന്നപ്പോൾ ഒരു അറിവില്ലായ്മയായിട്ട് നടന്നു പോകുന്നത് അത് എന്താണെന്ന് പോലും അറിയാൻ നടക്കുന്ന പോലെ ഓരോ ദിവസവും മനുഷ്യർ ഇന്ന് ജീവിക്കുന്നവർ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അത് ഓരോ ദിവസം കഴിയുമ്പോൾ അവരുടെ ദൂരം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവരതിലേക്ക് ഇറങ്ങാൻ വേണ്ടി, അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ പറയുന്നത് കത്തുന്ന തീപ്പൊയ്ക, പിന്നെന്താ കെടാത്ത പുഴു. ഹല്ലേലൂയ. ഇങ്ങനെ പലതും അവിടെ ഉണ്ട്. അതിന് ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഹല്ലേലൂയ ധനവാൻ ആമീൻ ലാസറസിനെ നോക്കിയിട്ട് ഹല്ലേലൂയ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അതുപോലെ പലരും പറയും അവിടെ ചെന്നിരുന്നുണ്ട് ഹല്ലേലൂയ ആരെങ്കിലും ഒന്ന് അയക്കണേ, എന്റെ ബന്ധുക്കളൊക്കെ രക്ഷിക്കപ്പെട്ട. അപ്പം ദൈവം പറയുന്നതായിരിക്കും. ഭൂമിയിൽ അനേകരെ വെച്ചിട്ടുണ്ട്, അവര് പറയുന്നത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ഇവിടെ ഹല്ലേലൂയ ഇവിടെ പറയുന്ന എന്നിട്ട് അടുത്ത് പറയുന്നത് ഓരോ മനുഷ്യൻ നമുക്കുള്ള ക്രിസ്തുവിൽ തികഞ്ഞ നിർത്തി ഏത് മനുഷ്യൻ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യൻ സകല ജ്ഞാനത്തിൽ ഉപദേശിക്കുകയും. അപ്പം ഹല്ലേലൂയ ക്രിസ്തുവിൽ അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെങ്കിൽ നമ്മൾ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് വചനം പറയുമ്പോൾ ആര് പറഞ്ഞാലും നോ പറയരുത് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. സറാമസ്റ്റർ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇന്ന് വചനം സംസാരിക്കും. കാരണം അപ്പൊ അയ്യോ സിസ്റ്റർ ഷോർട്ട് നോട്ട് ഞാൻ പറഞ്ഞു എപ്പൊ പറഞ്ഞാലും നോ പറയാം പറഞ്ഞു. അത് ഞാൻ പണ്ടേ എടുത്ത തീരുമാനം നോ പറയത്തില്ല. എന്ന് വെച്ചാൽ ഏത് മനുഷ്യനെ സകല ജ്ഞാനത്തോട് ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. അത് വിശ്വാസിയാണെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ ഹല്ലേലൂയ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണമെന്ന് കർത്താവിന്റെ വരവിന് ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ കണക്ക് തന്നെ ഏത് സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാനും പ്രബോധിപ്പിക്കാനും ഒരുങ്ങി തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. എന്തായാലും ഇഷ്ടംപോലെ ദൈവം വചനം വായിച്ചിട്ടില്ലേ, ഏതെങ്കിലും ഒരു വാക്യം നമുക്ക് കിട്ടുമല്ലോ പറയാനായിട്ട്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ ഇവിടെ പറഞ്ഞപ്പോഴത്തേന് ദൈവത്തിന്റെ പരിജ്ഞാനം തെളിഞ്ഞു വരണം. അപ്പൊ അവന്റെ സകല സൽപ്രവർത്തിക്ക് ഒത്തോണം ആയിത്തീർന്ന് ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ പോലെ സൽഗുണപൂർണ്ണരാകണം. ഇതെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണേ. ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തെ ഉപദേശിക്കുക. അവിടെ ഏത് മനുഷ്യൻ അങ്ങനെയാ പറഞ്ഞത്. ഏത് മനുഷ്യന് എന്ന് വെച്ചാൽ അതിൽ വിശ്വാസം ഉണ്ടോ അവിശ്വാസം ഉണ്ടാവും. ആരെ കണ്ടാലും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ മനുഷ്യനെ കാണുമ്പോൾ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. ഇതായിരിക്കണം നമ്മുടെ. അപ്പൊ അതിനെന്താ അപ്പൊ ജ്ഞാനത്തോട് ഉപദേശിക്കണം, പ്രബോധിപ്പിക്കണം. ഇത് രണ്ട് മുക്കിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇതിനകത്ത് വചനം സംസാരിക്കുന്നതിനകത്ത് ചർച്ചകളിൽ പ്രബോധനമുണ്ട്, ഉപദേശമുണ്ട്. ഇന്ന് കേൾക്കാൻ ഏതാ രണ്ട് സാധനമാണ്. ഇന്ന് പ്രസംഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രസംഗം മാത്രമല്ല പ്രബോധനം വേണം, ഉപദേശം വേണം.
ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ കഴിയും. അപ്പൊ നമ്മൾ കേൾക്കുന്നത് പ്രബോധനമാണോ ഉപദേശമാണോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. പ്രസംഗം എവിടെയാ വേണ്ടുന്നത്? സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അത് ചർച്ചിന് പുറത്ത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഇന്ന് തമ്മിൽ ആൾക്കാർക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം. തിരിച്ചറിവില്ലായ്കയാൽ പ്രബോധനം ഏതാ, ഉപദേശം ഏതാ, പ്രസംഗം ഏതാ എന്ന് അറിയത്തില്ല. ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെങ്കിൽ അവന് പ്രബോധനവും വേണം, ഉപദേശവും വേണം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അത് രണ്ടും ഉണ്ടായിരിക്കണം. പ്രബോധിപ്പിക്കുക അകലെ ഞാൻ ഉപദേശിക്കുന്നു. അതിനായിട്ട് പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്യുന്ന പറയാണ്. നമുക്കത് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾ ചെയ്യാനെന്ന് പറയാ. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനം. അപ്പൊ നമ്മിലൊക്കെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മന്റെ ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഒത്തവണ്ണം ശക്തി പ്രാപിച്ചിട്ട് കുറച്ച് ചെയ്യാനല്ല. 10 താലന്റ് 5 താലന്ത് കൊടുത്തവൻ 5 കൂടി ഉണ്ടാക്കി, 2 കൊടുത്തവൻ 2 കൂടി ഉണ്ടാക്കി, 1 കൊടുത്തവൻ കൊണ്ട് കുഴിച്ചിട്ടു. അപ്പൊ ഓരോരുത്തർക്കും ദൈവം അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് കൊടുത്തത്. അപ്പൊ അതേപോലെ തന്നെ അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതനുസരിച്ചാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നമ്മുടെ മേൽ പറഞ്ഞു. അപ്പൊ ആ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വെറുതെ അധ്വാനിക്കുകയല്ല, പോരാടിക്കണം. വെച്ചാൽ പോരാട്ടം ഇങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് മനുഷ്യരോട് പോരാട്ടം ഉണ്ടായിരുന്നു. മനുഷ്യര് ഹല്ലേലൂയ പ്രതികൂല മൃഗങ്ങളുണ്ടായിരുന്നു, കാട്ടിലെ ആപത്തുണ്ടായിരുന്നു, വെള്ളത്തിലെ ആപത്തുണ്ടായിരുന്നു, പിന്നെ പൈശാചിക മണ്ഡലങ്ങളുടെ ആപത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് നമുക്ക് ആദ്യം പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പൈശാചിക മണ്ഡലങ്ങളുടെ അപ്പൊ ഒരു പോരാട്ടം നമ്മളോടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടേക്ക് അതിനോട് പോരാടിക്കൊണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയായിരിക്കും, ഒരു രോഗമായിരിക്കും, ഒരു ഭാരമായിരിക്കും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കും. ഇതിനോട് പക്ഷേ നമ്മൾ തോറ്റിട്ട് ഇത് വരുമ്പോൾ നമ്മൾ മാറിയിരിക്കാനല്ല, അതിനോട് പോരാടണം. അത് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സമയത്ത് അതിനോട് പോരാടിക്കൊണ്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ പോരാടണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞ ആ ബലവാനെ പിടിച്ച് കെട്ടണമെങ്കിൽ നമ്മളൊരു ബലം വേണം. നമ്മുടെ എതിർ നിൽക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല. അത് അതിനിടയ്ക്ക് ഓർമ്മിപ്പിച്ചു. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ വെച്ചാൽ പിശാചിനെ നമ്മൾ അറിയണം. നമ്മളോട് എതിരിടാൻ വരുന്ന ശത്രു സൈന്യത്തെ നമ്മൾ അറിയണം, അവന്റെ ബലത്തെ അറിയണം. എന്നാൽ മാത്രമേ അവന് ജയിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പലർക്കും ഇതും ഈ കാര്യം അജ്ഞതയാണ്. ചിലർക്ക് പിശാചിനെ കുറിച്ച് ഭയങ്കര പരിജ്ഞാനം, എന്ത് വന്നാലും പിശാചാ എന്ന് പറയും. അതും തെറ്റാണ്. നമ്മുടെ മുമ്പിൽ പിശാച് പോരാടും, പക്ഷെ പിശാച് നമ്മുടെ ഉള്ളിൽ പ്രതികൂലം കൊണ്ടുവരും. നമ്മളോട് വാദിക്കും, ഇതൊക്കെ ചെയ്യും, പക്ഷെ അവന് ജയമില്ല. കാരണം അവന് ജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജയിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ മേൽ പകർന്നിരിക്കപ്പെട്ടിരിക്കുന്ന ശക്തി അത് മാനുഷിക ശക്തിയല്ല, അത് സാക്ഷാൽ ദൈവത്തിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ മേൽ പറഞ്ഞത്. ആ ശക്തി നമ്മൾ ഉണ്ടെങ്കിൽ ആ ശക്തിക്കൊത്തോണം നമ്മൾ പോരാടി കഴിഞ്ഞാൽ നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും. അവൻ ഒരിക്കലും നമ്മളെ ജയിക്കാൻ കഴിയും. പലപ്പോഴും അവൻ നമ്മളെ ജയിക്കുന്നതിന്റെ കാര്യം ഇത് വരുമ്പോൾ നമ്മുടെ മേൽ പകർപ്പെട്ടിരിക്കുന്ന ശക്തി എന്ന് തിരിച്ചറിയാതെയും നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരും, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പൊ ദൈവത്തോട് നമ്മൾ അടുത്ത് വരണം, പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. കാരണം ദൈവത്തോട് നമ്മൾ അടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരത്തുള്ളൂ. ഹാലയില് നമ്മൾ വേറെ എന്തിൻ്റെയൊക്കെ പിന്നാലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് അടുത്ത് വരത്തില്ല. ഹാലയില് അപ്പൊ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഉപവാസം എന്ന് ദൈവത്തോട് കൂടെ വസിക്കുന്നത്. അപ്പൊ ദൈവത്തോട് കൂടി നമ്മൾ ഓരോ ദിവസവും ദൈവത്തിലേക്ക് എത്രത്തോളം അടുത്ത് വരുന്നു അത്രത്തോളം ദൈവം നമ്മൾ. അപ്പൊ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നത് സമമായി ആഗമിക്കുന്ന കൂടാരം. അപ്പൊ എന്നിട്ട് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണ് ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. മോശ അകത്തേക്ക് കയറുമ്പോൾ ദൈവം അങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ് സമാഗമിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് അടുത്ത് വരുന്ന സമയത്ത് മാത്രമേ ദൈവം നമ്മളോട് അടുത്ത് വരുത്തും. പിശാച് നമ്മൾ പറയാതെ കയറി വരുന്ന, പക്ഷെ അവനോട് എതിർത്ത് നിന്ന് അവന് ഓടിച്ചോളൂ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നാല് മുറ്റത്തെ സിറ്റ് ഔട്ടിലൊക്കെ നിൽക്കാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, അല്ല അകത്തേക്ക് കയറിയിരിക്കാൻ പറയണം, അല്ലേ?
എന്നാൽ അവർ ചിലപ്പോൾ കയറി, അല്ലെങ്കിൽ അവർ പുറത്ത് നിന്നിട്ട് പയ്യന്തൊരു വർത്താനൊക്കെ പറഞ്ഞിട്ട് പൊയ്ക്കളി ഹാലില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ പട്ടി കയറാനായിട്ട്, പൂച്ച കയറാനായിട്ട്, അല്ലെങ്കിൽ പാമ്പ് കയറാനായിട്ട് നമ്മൾ എന്നിട്ട് ഇൻവൈറ്റ് വാ വന്ന് കയറിയിട്ട് പോകുന്ന, അകത്തിട്ട് ഇരുന്നിട്ട് പോകുന്നു പറയണോ? എവിടെയെങ്കിലും വാതിൽ തുറന്ന് കിടക്കുന്നതിന് അവന്ന് കൂടി അകത്ത് കയറും അല്ലേ? ഹല്ലേലൂയ. അല്ലെ പൂച്ചയൊക്കെ വല്ല അകത്ത് വല്ല മീൻ്റെ മണമൊക്കെ കേട്ട് അതെങ്ങനെയും ചൂണ്ട അകത്ത് കയറി അത് കൊണ്ടോളും. ഇതുപോലെ തന്നെയാണ് പിശാചിന്റെ പ്രവൃത്തി. കാരണം പിശാചിനെ നമ്മൾ വിളിച്ചിട്ടൊന്നുമല്ല അകത്ത് കയറുന്നത്. അത് അല്ലാതെ തന്നെ ഇങ്ങനെ ന്യൂന്ന് കയറും. അപ്പൊ വാതിൽ തുറന്നു കൊടുത്തിട്ട് കഴിഞ്ഞാൽ കയറും. ഇപ്പൊ വാതിൽ നമ്മൾ തുറന്നിടുക വെച്ചാൽ മാനുഷ്യമായിട്ട് കാണുന്ന വാതിലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ വൈകല്യങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മുടെ ക്യാരക്ടർ വരുന്ന ഹാലയിലെ ചില കാര്യങ്ങൾ, ഇതൊക്കെ വരുമ്പം തുറക്കണ്ടെങ്കിൽ അകത്ത് വരികയാണ്. വിളിക്കണ്ടെങ്കിൽ അകത്ത് വരും. അപ്പം അതിനോടൊക്കെ എതിർത്ത് നമ്മൾ നിൽക്കുക. അപ്പം നമ്മൾ തിരിച്ചറിയാതെ പോലും നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഓരോ സാഹചര്യങ്ങൾ നോക്കിയിരുന്ന് പിശാച് കയറാൻ നിൽക്കും. പക്ഷേ അവിടെയെല്ലാം നമ്മൾ നമ്മൾ അവനോട് എതിർത്ത് നിൽക്കണം. ഇവിടെ പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അല്ല, ഏത് മനുഷ്യൻ ജ്ഞാനത്തോട് ഉപദേശിക്കണം, അതിനായി ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയോട് പോരാടുക. അപ്പൊ ഇവിടെ ഒരു അധ്വാനമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സകല മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞനായി നിർത്തേണ്ടത്, അവരെ ഉപദേശിക്കേണ്ടതിന്, അവരെ പ്രബോധിപ്പിക്കേണ്ടത്, ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് അനുസരിച്ച് പോരാടിക്കൊണ്ട് അധ്വാനിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്യാപരിക്കുന്ന ശക്തിയുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. അതുപോലെ നമ്മൾ ഈ പ്രഭാതത്തിൽ ശനിയാഴ്ച പകൽക്കാലം 3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതുവരെ പകരപ്പെട്ട ശക്തി പോരാ മുൻപോട്ട് പോകാനായിട്ട്. ഇന്നലത്തെ ലോകമല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നത്തെ അവസ്ഥയല്ല നാളെ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ. അപ്പൊ നമ്മളിലേക്ക് പുതിയ ബലം, പുതിയ ശക്തി പകരപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും. ഹല്ലേലൂയ. ഈ തീ ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ തീ കൊണ്ട് നമുക്ക് നാളെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് പ്രാപിച്ചിട്ട് കൊണ്ട് ചെന്ന് കൂട്ടി വെച്ച് കിടന്നുറങ്ങാനുള്ളവരല്ല. ഹല്ലേലൂയ. പ്രാപിച്ചു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പ്രാപിച്ചു അതിനനുസരിച്ച് പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. വെറുതെ അധ്വാനിച്ചാൽ പോരാ, പോരാടിക്കൊണ്ട് ആ വാക്ക് നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. പോരാടി. ഇന്നത്തെ നമ്മൾ ഹല്ലേലൂയ പറയണവരെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാൻ, അതിനോടൊക്കെ നമ്മൾക്ക് അത് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് ആത്മശക്തി പ്രാപിക്കണം. ആത്മശക്തി കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ അധ്വാനിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും. നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതാണ്. ദൈവമേ, ഓരോ മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പോരാ, എനിക്ക് അവരെ കാണുമ്പോൾ സകല ജ്ഞാനത്തോടും ഉപദേശിക്കും, പ്രബോധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഈ ശക്തി പോരാ. ഓരോ ദിവസവും എന്നിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയിൽ എനിക്കൊരു പോരാട്ടമുണ്ട്. പോരാടിക്കൊണ്ട് അധ്വാനിച്ച് അനേകരം നേടണം. ഇല്ലെങ്കിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഒരു തീക്കുണ്ടത്തിലേക്ക് നടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ലോകക്കാരായിട്ടുള്ള എല്ലാവരും ഓരോ ദിവസം കഴിയും തോറും അവരെ തീക്കുണ്ടത്തിന് അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ആ തീക്കുണ്ടും അവരും നമ്മളെ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ആയുസിന്റെ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ മാറ്റപ്പെടുമ്പോൾ ഒരു ദിവസം കുറയുമ്പോൾ അവർ അതിനോട് അടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് അതിലേക്ക് വീഴാതെ വണ്ണം അവരെ കരം പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മേൽ പകരപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നു പോകാതെ നമുക്കൊരു പോരാട്ടമുണ്ട്, ഒരു അധ്വാനമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മേൽ പകരപ്പെട്ട ശക്തി പോരാ. ഒരു അധിക ശക്തി, ഒരു അമിത ബലം, പരിശുദ്ധാത്മ ഇതുവരെ പ്രാപിക്കാൻ കഴിയാത്ത ഒരു പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഇന്നത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കാൻ. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹറമസ്റ്റ് ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം തന്നെ അതിൽ നിന്ന് തന്നെ ചുവട് പിടിച്ച് തന്നെയാണ് ഞാൻ പ്രബോധിപ്പിച്ച് പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല. നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.